റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യയുടെ അഭിമാനമുയർത്തുന്ന നിരവധി കാഴ്ചകളാണ്, ലോകത്തെ അതിശയിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകളാണ് കാത്തിരിക്കുന്നത്. കൂട്ടത്തിൽ യുദ്ധക്കപ്പലുകളെ തകർക്കുന്ന ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രം, ഹൈപ്പർസോണിക് ഗ്ലൈഡഡ് മിസൈൽ. ഇന്ത്യ ഒരു വൻകിട ശക്തിയായി മാറിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവാവുകയാണ് നാളത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ. ഹൈപ്പർസോണിക് വേഗതയിൽ കുതിക്കുന്ന ഗ്ലൈഡ് മിസൈലുകൾ ഇന്ത്യയുടെ അഭിമാനമാവുകയാണ്. ഇന്ത്യയുടെ അഭിമാനമായ ദീർഘദൂര ഹൈപ്പർസോണിക് ഗ്ലൈഡ് മിസൈൽ നാളത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രദർശിപ്പിക്കും. ഹൈപ്പർസോണിക് ഗ്ലൈഡ് മിസൈൽ വഹിച്ചുകൊണ്ടുള്ള സൈനിക വാഹനം ജനുവരി 26-ന് കർത്തവ്യ പഥിലൂടെ നീങ്ങും. ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന യൂറോപ്യൻ യൂണിയൻ നേതാവും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമായ ഉർസുല വോൻ ഡെൻ ലെയനും ഇത് വീക്ഷിക്കും. മാത്രമല്ല, ലോകമെങ്ങും നാവിക യുദ്ധത്തിൽ ഇന്ത്യയെ ആഗോളതലത്തിലേക്ക് ഉയർത്തുന്ന ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ മിസൈൽ ലോകം കാണുകയാണ്. സാധാരണ വമ്പൻ ശക്തികളാണ് ഹൈപ്പർസോണിക് വേഗതയിൽ കുതിക്കുന്ന ഇത്തരം ഗ്ലൈഡ് മിസൈലുകൾ ഉപയോഗിക്കുക. 1500 കിലോമീറ്റർ വരെ ദൂരെ കടലിൽ പോകുന്ന യുദ്ധക്കപ്പലുകളെ കൃത്യതയോടെ 15 മിനിറ്റകം പാഞ്ഞു ചെന്ന് തകർക്കുന്ന മിസൈലാണിത്. ബ്രഹ്മാസ്ത്ര എന്നാണ് ഹൈപ്പർസോണിക് വേഗതയിൽ കുതിക്കുന്ന ഈ മിസൈലിനെ വിളിക്കുന്നത്. ഇന്തോ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ നിതാന്തമായ ജാഗ്രത കണ്ണുമായി ഈ ദീർഘദൂര കപ്പൽവേധ മിസൈൽ ഇനി ഉണ്ടാകും. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ കേന്ദ്രമായ DRDO ആണ് ഈ മിസൈൽ വികസിപ്പിച്ചത്. എന്തുകൊണ്ട് ഗ്ലൈഡ് മിസൈൽ എന്ന് വിളിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ഇതാണ്. ഹൈപ്പർസോണിക് വേഗതയിൽ കുതിക്കുന്ന ഈ മിസൈലിനെ ഗ്ലൈഡ് മിസൈൽ എന്ന് വിളിക്കുന്നത്, ഈ മിസൈലിൽ നിന്നും അവസാന ഘട്ടത്തിൽ ഇതിലെ സ്ഫോടക വസ്തു വഹിക്കുന്ന പോർമുന വേർപെടും. അത് അപ്രതീക്ഷിതമായി മുകളിലേക്കോ താഴേക്കോ അതിവേഗം കുതിച്ച് ശത്രു ലക്ഷ്യത്തിൽ പതിച്ച് മാരകമായ സ്ഫോടനമുണ്ടാക്കും. ഈ ഹൈപ്പർസോണിക് ഗ്ലൈഡ് മിസൈലിന്റെ സസ്പെൻസ് എന്ന് പറയുന്നത് ഒരു അപ്രതീക്ഷിതമായ പാതയിലൂടെ അവസാന നിമിഷത്തിൽ പോർമുന നടത്തുന്ന കുതിപ്പാണ്. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തു കഴിഞ്ഞാൽ അർദ്ധവൃത്താകൃതിയിലാണ് സഞ്ചരിക്കുക. അതിനാൽ ഇതിന്റെ സഞ്ചാരപാത കൃത്യമായി പ്രവചിക്കാൻ സാധിക്കില്ല. ശത്രുവിന്റെ റഡാറുകളുടെയും മിസൈൽ വേദ സംവിധാനങ്ങളുടെയും കണ്ണുവെട്ടിക്കാൻ ഹൈപ്പർസോണിക് ഗ്ലൈഡ് മിസൈലുകൾക്ക് സാധിക്കും. അതിനാൽ ഗ്ലൈഡ് മിസൈലുകൾ ശത്രുക്കളുടെ പേടി സ്വപ്നമാണ് എന്നും. ഇന്ത്യയുടെ ആയുധാവനാഴിലെ ശക്തമായ ആയുധമാണ് ഹൈപ്പർ ഗ്ലൈഡ് മിസൈൽ. മണിക്കൂറിൽ 12,144 കിലോമീറ്റർ വേഗതയിൽ കുതിക്കുന്ന മിസൈലാണിത്. അതായത് ശബ്ദത്തിന്റെ 10 മടങ്ങ് വേഗതയായ മാക് 10 വേഗതയിൽ ഈ മിസൈൽ കുതിക്കും എന്നർത്ഥം. 1500 കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്തെ തകർക്കാൻ ഇതിന് കഴിവുണ്ട്. കടലിൽ അകലെയുള്ള യുദ്ധക്കപ്പലുകൾ, നാവിക കേന്ദ്രങ്ങൾ എന്നിവയെ തകർക്കാനാണ് ഈ മിസൈൽ ഉപയോഗിക്കുന്നത്. 15 മിനിറ്റിനകം 1500 കിലോമീറ്റർ അകലെയുള്ള ശത്രു ലക്ഷ്യത്തെ ഈ മിസൈൽ ഭേദിച്ചിരിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ.